എവിടെ? രണ്ടു വളവ്. വള്ളി പിടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. വള്ളിയാണ്. എന്റെ പേര് കണ്ണൻകുട്ട്. എന്റെ പേര് സ്വന്തം പേര് എന്റെ പേര് R34. അതുപോലെ സെക്കാ വീട്ടിലിരുന്ന് മടുത്തടാ. നാളെ പോവാ. നാളെ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാ. ഞാനും വലിയ കൂടിയിട്ട്. അണ്ണുണ്ടോ? അണ്ണുണ്ടെങ്കിൽ ഇൻസ്റ്റയില് സ്റ്റോറി ഇടോടാ. വീട്ടിലിരുന്ന് മടുത്ത് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങാന്ന് വെച്ചു. കൊറേ ആയില്ലേ. എവിടെയാടാ? എന്താ ഞാൻ ഇത് റിപ്പയറിലുണ്ട്. ഇവിടെ ആൾക്കൂട്ടം കണ്ടോ അവിടെ? നീ എവിടെ? കൂട്ടത്തില് നടുക്ക് കണ്ട ഒരു വണ്ടിയുടെ മോളിൽ കയറിയിരിക്കുന്നു. ആ ഈ വണ്ടിയിൽ ഒന്ന് കേറ്. സ്നൈപ്പ് വിളിക്കണം. ഹലോ ഹലോ ബ്രോ, ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ ബ്രോ? ഞാൻ പലപ്പോഴും ചെയ്തില്ലല്ലോ. അവ തട്ടിയിട്ടല്ലേ ബ്രോ, കണ്ടല്ലേ? നീ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? പേര് പറയാൻ സൗകര്യം ഇല്ല. നീ പോടാ. എടാ സ്നൈപ്പ് ഒന്ന് റിപ്പയർ വന്നാടാ. സ്നൈപ്പേ വേഗം. സ്നൈപ്പ് ഒന്ന് റിപ്പയർ വാടാ. ആ ഹലോ, അടിയാ പോന്ന പട്ടി വിളിക്കേണ്ട കാര്യമുണ്ടോ? മര്യാദക്കില്ലേ? ഇങ്ങോട്ട് വന്നാ റെഡി കൊടുക്കുന്നുണ്ട്. എടാ സ്നൈപ്പ് ബൊബോയ് ഒന്ന് റിപ്പയർ വന്നാടാ. ചെലപ്പോ അവൻ ഞാൻ വന്നപ്പോ തന്നെ കണ്ടാടാ. ഒരു വള്ളി പിടിക്കാൻ വന്ന തന്നെ. എടാ ഒന്ന് വേഗം വരോടാ സ്നൈപ്പേ. എടാ അവര് ഹോസ്റ്റേജ് എടുക്കാ. ഇത് കൊടുത്തേ, 1 കൊടുത്ത്. എടാ സ്നൈപ്പർ ഒന്ന് കുത്തി അടിക്കാടാ. വാ, അവനെ ഹോസ്റ്റേജ് എടുക്കും. ആ അവർക്ക് 4 പേരും. സോറി ബ്രോ, അറിയാണ്ട്. സോറി. എന്നെ അടിച്ച MS13. ബ്രോയിനല്ല. ഹലോ ബ്രോ. ഹലോ ബ്രോ. റിപ്പയർ എടാ പണ്ണാൻ വരുന്നടാ. ബുദ്ധി ഇല്ലാത്തമാരാ. പണി വിട്ടടാ കുണ്ണാളെ.
ഇനിയുണ്ടേ ഇനിയുണ്ട് ഉണ്ടിയില്ല ഉണ്ടെന്നാ വർക്കാണല്ലോ റീലോഡ് ആവുന്നില്ല മയില് വർക്കാണല്ലോടാ എടാ എന്റെ ഉണ്ട കഴിഞ്ഞടാ ആ വന്നു വാ കോച്ച് ഒന്ന് റിപ്പയർ വന്ന് വേഗം റിപ്പയർ ആ ബുള്ളറ്റ് വന്നു ഓക്കെ ആ കിട്ടി എന്റെ ഉണ്ട് ബഗ്ഗായിരുന്നു എനിക്കും ബഗ് എന്തിനാ അവരാള് വരും ഇനിയും നോക്കിയോളൂ എടാ അടിക്കുമ്പോ ഇങ്ങനെയാടാ കണക്ട് റേഡിയോടാടാ നിങ്ങൾ അവരായിട്ട് ഡ്രോപ്പ് ചെയ്തോ അവര് എടാ എന്നെ വണ്ടി കയറ്റിയേ ഇനി ആ വേക്കപ്പ് ആള് വരും ആ EMS ഒരാളെ മാത്രം പൊക്കിയാൽ മതി ഇങ്ങോട്ട് വരുമോ ഒരാളെ മാത്രം ബാക്കിയുള്ള കാര്യം പൊക്കുന്നുണ്ടോ ഇല്ല കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വാ ആ ഇയാളെ പൊക്കിക്കോ കറുത്താളെ പൊക്കിക്കോ എടാ നീലിന്റെ ബോഡി എന്തിയാടാ നീലിന്റെ ബോഡി എവിടെയാ ഓക്കെ സാറേ പൊക്കോ എടാ മോനെ കയ്യൊന്ന് പൊക്കിയേ എടാ ഒരു വണ്ടി കൊണ്ടുവന്നാടാ എടാ ഒരു വണ്ടി എടുത്ത് എടാ അവരൊക്കെ കത്തിച്ചു വിടറാ ഇവന്മാരൊക്കെ കത്തിച്ചു വിടാ പൊക്കണ്ട ഒരാള് കേറ് ആരോടാ സിറ്റുവേഷൻ ആയി ഹലോ കേട്ടൂടാ MS-13 MS-13 അറിയാം എവിടെ എന്തായി അതെന്തോ നീലിനെ പിടിച്ചടിച്ചു ഹലോ ഒരുത്തനെ പൊക്കടോ ഒരുത്തനെ മാറ്റിയത് പെട്രോൾ ആളെ പോവല്ലേ പോട്ടെ മോനെ സുഖാണാടാ സുഖാണോ എങ്ങനെയുണ്ടായി കിടപ്പൊക്കെ എങ്ങനെയുണ്ടായി സുഖ കിടപ്പായിരുന്നോ രണ്ടുപേരും അടിച്ചങ്ങ് തന്നില്ലേ 7-8 പേർക്ക് നാണമില്ലടാ ഗ്യാങ് ഇതിനാടാ ഇങ്ങനെ ജീവിക്കണ നാണം കെട്ട് നിനക്ക് ആകെ പറഞ്ഞിട്ടുള്ള തോക്കില്ലാണ്ട് കൈവോക്കിയെന്ന് എന്നെ ഒന്ന് അടിക്കാനേ നിനക്ക് കഴിവുള്ളൂ മനസ്സിലായോ മെസ്സിലൊന്നും അല്ലായിരുന്നല്ലോടാ തോക്ക് സംസാരിക്കുന്ന തോക്കെടുത്ത് വെച്ചിട്ട് എന്താടാ ബുള്ളറ്റ് വണ്ടിയുടെ സൈഡിൽ നിൽക്കായിരുന്നു എന്നെ ഒരുത്ത് ഇടിച്ച് ഇവന്റെ വണ്ടിയിൽ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ആ പട്ടീന്ന് എന്റെ ഗ്യാങ് ലീഡറിനെ പോയി വിളിച്ചത് ചേട്ടാ എന്റെ ലീഡറിന്റെ പേരെന്താടാ ലീഡർ ഉണ്ടാവുമോ അവനെ തന്നെ വിളിച്ചോടാ ഇരിക്കടാ മുട്ടേലിരിക്കടാ ഒരു മിനിറ്റ് റീലോ കെട്ടിട്ട്
എടാ അവന്റെ വെച്ചിട്ട് റിലീസ് അടിച്ചാൽ മതിയല്ലോ. വരുന്നില്ല. പേരെന്താ ബ്രോ? മൈക്കിൾ ബ്രോ. മൈക്കിൾ. റീറ്റാച്ചിയാണോ? അതെ അതെ. എന്ത് പറ്റി ബ്രോ? എന്താ ഇറ്റാച്ചിയാണെങ്കിൽ നമ്മള് തമ്മിൽ നമുക്കറിയാലോ പണ്ട്. അറിയാലോ ബ്രോ. ഏതാടാ നായ നീ ചോദിക്കിറ്റാച്ചി. നിക്കറങ്ങൂരിയെ മുണ്ടൂരിയെ. അതെ ബ്രോ, ഞാൻ മറ്റേ ഇതടിച്ചോട്ടെ. എനിക്ക് മറ്റേ ഹെൽത്ത് 20 ഹെൽത്ത് അടിച്ചോ. ഇവൻ ഇടാ ഒരു ഉടുപ്പ് കൊടുക്കട്ടെ. ആ ഉടുപ്പിട നീ വെയിറ്റ് ആക്കി. നീ ആ ഉടുപ്പിട്ടോടെ മതി. ഇതിന്റെ അകത്ത് ബീച്ച് എന്ന് പറഞ്ഞ ഉടുപ്പുണ്ട്. അടുത്ത് കിട്ടാൻ ബീച്ച് ഉടുപ്പങ്ങട്. ബീച്ച് ഉടുപ്പെടുത്തത്. ഫുഡും ഇതെല്ലാം അടിച്ചിട്ട് ബീച്ച് എന്ന് പറഞ്ഞ ഉടുപ്പിൽ ആദ്യത്തെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ആദ്യത്തെ ചിഹ്നം ബീച്ചിലെ ആദ്യത്തെ ചിഹ്നം ഇടട്ടെ. അയ്യോ എന്താണ് കാണുന്നത്? എന്താണ് ഇത്? ഗുണാക്കേവാടാ. ഒന്നും പറയില്ല പോട്ടെ. അത് ഇട്ടുന്നില്ല തൊട്ടുള്ള നമ്മുടെ ഇവിടെ നില്ലേ. സുഭാഷിന്റെ ആരെങ്കിലും വേണോ? സുഭാഷിന്റെ ആരെങ്കിലും വേണോ? അവന്റെ ഷർട്ട് ഉരിപ്പിക്കല്ലേട്ടാ. ഷർട്ട് ഉരിപ്പിച്ച സീനാവേ. ബ്രോ വേടാ, എല്ലാരും വാടാ. ഗ്യാങ്ങോസോ. പറഞ്ഞില്ലേ ബ്രോ, പട്ടി വിളിച്ച കുഴപ്പമില്ല. അത് എനിക്ക് കുഴപ്പമുണ്ട്. നീ ഇപ്പൊ ഇവിടെ നിക്കുന്ന മനസ്സിലായ. കക്കൂസ കൈവിട്ട് പോവാ. ഇവന് സ്ഥിരം പരിപാടിയൊന്നും ഒരു കൂസലില്ലല്ലോടാ പയ്യന്. നീ വേറെ കക്കൂസ് കഴിയിട്ടുണ്ടോ? ഈ സ്വഭാവം വെച്ച് ഇന്നെ കൊറേ കൊണ്ടുപോവല്ലോടാ. ഏതൊക്കെ ഗ്യാങ് കൊണ്ടുപോയിട്ടുണ്ട്? അങ്ങനെ തോന്നുന്നില്ല. ആദ്യമായിട്ട് നിനക്ക് നല്ല വന്നതെന്തെങ്കിലും നല്ല സ്ഥലത്തേക്കാണ്. നീ വെച്ചിട്ട് കേറ്റായിരിക്കടാ. ഹലോ ബ്രോ. വാർച്ചാറ്റ് ഇട്ടായിരുന്നു. അവര് കണക്ട് ചെയ്യാൻ പറഞ്ഞു. 68 കൊയിലാണ്ടി ബാറ്റ്. എന്തൊരു ഹലോ കത്തുന്നേട്ടാ. എല്ലാവർക്കും ഉണ്ടോ കണക്ട് ചെയ്യാൻ പറഞ്ഞു? ഹലോ ബ്രോ, ഹോസ്റ്റ് എടുത്തൊന്ന് കേട്ടപ്പോ അതിന് കണക്ട് ചെയ്യാൻ പറഞ്ഞ. ഈ ഉന്മേഷം നിങ്ങള് അടിക്കണേന് മുന്നേ ഒന്ന് ആലോചിച്ചായിരുന്നു ഇവിടെ എടുക്കൂലായിരുന്നു ബ്രോ. എനിക്ക് സിറ്റുവേഷൻ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മള് കഴിയുമ്പോ വിളിച്ച് പറയാം. പേരെന്താ? പേര് ചോദിക്കാൻ പറഞ്ഞു. അല്ല പട്ടീന്ന് വിളിച്ചാൽ മതി. അവനെ പട്ടീന്ന് വിളിച്ചാൽ മതി. അവന് പട്ടീന്ന് വിളിക്കുന്നത്. ബ്രോ എല്ലാരും അങ്ങനെയാണോ ബ്രോ വിളിക്കുന്നത്? മൈക്കിൾ പട്ടി. ലീഡറെ ഗോ ലീഡറെ എല്ലാം പട്ടി ചേർത്താണ് വിളിക്കുന്നത്. മൈക്കിൾ ഏലിയാസ് പട്ടീന്നായിരിക്കും. ബ്രോ ലീഡറേയും ഗോ ലീഡറേയും എല്ലാം ഈ പട്ടി ചേർത്താണ് വിളിക്കുന്നത്. ആരെ കണ്ടാലും ഈ പട്ടീന്ന് വിളിക്കാൻ തോന്നുന്നത് അതായിരിക്കും ബ്രോ. പറഞ്ഞു ശീലിച്ചാലല്ലേ ബ്രോ പറഞ്ഞ കേട്ടില്ല. ചിലവര് കാർഡ് വിളിച്ചത് നമ്മള് ഫ്രണ്ട്ലി ആയിട്ട് ചുമ്മാ സംസാരിച്ച ബ്രോ. ഇപ്പൊ ഈ ബ്രോ എന്താ പട്ടീന്നൊക്കെ ഇപ്പൊ ഫ്രണ്ട്ലി ആണോ ബ്രോ? അൺപാർലമെന്ററി വേർഡ്സ് അല്ലല്ലോ ബ്രോ. അതാ പറഞ്ഞ നീ ലീഡറെ ചെന്ന് വിളിച്ചോ. നമ്മളെ വിളിക്കണ്ട. നമ്മളെ വിളിച്ചോണ്ടാണ് ഇവിടെ മുട്ടിയിരിക്കുന്നത്. ബ്രോ അൺപാർലമെന്ററി ആയിട്ട് ബ്രോന്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ അടുത്ത് ഭയങ്കര സംസാരിച്ചായിരിക്കും ബ്രോ. ഓക്കെ ബ്രോ. അല്ല ലീഡറെ വിളിച്ചപ്പോ ലീഡർ ഒന്ന് പറഞ്ഞു കാണൂലേ. ഡൗട്ട് നോക്കട്ടെ. ഈ വെടിവെച്ച് കൊല്ലാനുള്ള റീസൺ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറയോ? എന്നെ ആദ്യം ഇടിച്ചാ പിന്നെ കൊണ്ടോണ്ടിരിക്കണോ ഞാൻ? ബ്രോ അതെ, അവിടെ നമ്മള് മാത്രമല്ല ബ്രോ, അവിടെ വേറെ കുറെ. നിന്റെ കൂടെ ഉള്ള അടുത്ത് സംസാരിക്കുന്ന മുന്നേ തോക്കെടുത്ത് കൈ വെച്ചേക്കിരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെ അടിച്ചു കൊല്ലാനും നിനക്ക് പറ്റൂ. MS-13 ക്ലബാണോ ഗ്യാങ്ങാണോ? 7 പേരില്ലായിരുന്നു. 2 പേരും നല്ല അടിച്ചത്. നാണമില്ല. 6 പേരുണ്ടായിരുന്നു.
ഞാൻ മര്യാദക്ക് പോയല്ലേ നിന്റെ അടുത്ത്, നീ ഇങ്ങോട്ട് ഒന്ന് അടിമേടിച്ചല്ലേ ചൊറിഞ്ഞു വന്നിട്ട്. ഓൻ പോയതല്ലടാ എടാ ഞാൻ പോയല്ലേ, നീ അല്ലേ മറ്റേ വണ്ടി മറ്റേ പമ്പര കറങ്ങാനൊക്കെ മറ്റേ ഏറിയിരുന്ന് കറങ്ങിട്ട് നീ അല്ലേ ഇങ്ങോട്ട് വന്നത്. ആ ഓക്കെടാ പൊറിച്ചു രണ്ടുപേര് നിന്റെ ഗ്യാങ്ങിനെ ഒത്തടിച്ചിട്ട് ന്ന് പറയാൻ തന്നെ അല്പത്തരം തോന്നുന്നു നിന്നെയൊക്കെ കണ്ടിട്ട്. ഇവന്റെ സംസാരം കേട്ടിട്ട് കഴിപ്പിക്കുള്ളൂ തോന്നില്ലല്ലേ, ഇവന്റെ സംസാരം കേൾക്കണമായിരുന്നു. വെച്ചാൽ മോന്ത അടിച്ചിരിക്കാൻ തോന്നുമായിരുന്നു. ഇപ്പൊ സംസാരം പാവടാ പയ്യെ. എടാ ഈ സാധനം ഇവിടെ അല്ലടാ കത്തിപ്പോടാ. എടാ അവനെ ആ ഫ്രണ്ട് ചേർത്ത് കത്തിച്ചങ്ങ് വിട്ടേക്കാം, കഴിക്കുമെന്ന് വേണ്ട. അത് അവിടെ കഴിപ്പിക്കാൻ പട്ടീന്ന് വിളിച്ചാൽ വേണ്ട. നമുക്ക് ഇവന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ വിളിച്ചിട്ട് ഫ്രണ്ട് ഇട്ട് അടിച്ചു അടിച്ചു വന്നാ കത്തിക്കാം. ഇവനെ ഇനി മര്യാദ ലീഡറിനെ നീ പട്ടീന്ന് വിളി, എന്നിട്ട് പോക്കാം. ലീഡറുണ്ടോ ഇവിടെ സിറ്റിയിലുണ്ടോ? എടാ കണക്ട് 68 ഇടാ, അവന്മാരോട് വരാൻ പറ. അവർ ഓൾറെഡി റേഡിയോ ഉണ്ടല്ലോ 68. വെയിറ്റ് ആക്കാം മൊബൈൽ. ഇതൊരു ഹലോ ഹലോ എടാ ഒന്ന് വെയിറ്റ് ആക്കേ. കോച്ച് എന്ത് പറ്റി? കോച്ചിന് എന്ത് പറ്റി? എടാ നീല ഈ കണക്ക് സ്വഭാവം ബ്രോ ആദ്യം കാണിച്ചായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം. പട്ടി പൂച്ചന്നൊക്കെ വിളിക്കുന്ന എന്തിനാണ്? അല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ആ ബ്രോനോട്, ബ്രോ അത് ഞാൻ ഫ്രണ്ട്ലിയായിട്ട് വിളിച്ചതല്ലേ. അപ്പൊ ബ്രോ പറഞ്ഞു ബ്രോക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ഒരു പരിചയമില്ലാത്തവനെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച ആരാണ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുന്നത്? ബ്രോ അത് പെട്ടെന്ന് നമ്മളൊരു ട്രിഗറിൽ അറിയില്ല. ബ്രോന്റെ വണ്ടി ഞാൻ വന്ന ബ്രോനോട് വീഡിയോ തന്ന ബ്രോ പുറത്തു പോയില്ലേ, ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായോ ബ്രോ? എല്ലാരും ബ്രോയെ പോലെ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണം എന്നില്ലല്ലോ. അതാണ് ബ്രോ പബ്ലിക് പ്ലേസിൽ പട്ടീന്ന് വിളിച്ചാ ഞാനാ പാന്റിലെന്താ ചോര? എടാ കല്ലുമാരത്തനാണ് ഇന്നലെ വീസി വന്ന് സി കെ മാരിയുടെ കാര്യം പറയാൻ. ആണോ? പോയാ? ഹലോ ഒരു മിനിറ്റ് ഇടയ്ക്കൊരു കോള് വന്നേ. ആ പറ എന്തായാലും പ്രശ്നം ചെയ്യുമ്പോ പറഞ്ഞേടാ പട്ടി പറഞ്ഞോട്. അണ്ണു പട്ടി അവനൊരു പ്രശ്നം. അവൻ ഇങ്ങോട്ട് അതാണ് വിളിക്കുന്നത്, അതല്ലേ മോനെ മൈക്കിളെ എന്തുകൊണ്ടാണ് ശ്വാനൻ എന്ന് വിളിക്കാൻ മോന് പ്രചോദിതമായത്? എന്തോ പറ്റി? അതായത് ജോക്കി ബ്രോ, ഞാൻ അവിടെ മറ്റേ റിപ്പയറിന്റെ അവിടെ വണ്ടി വെച്ച് നിൽക്കായിരുന്നു. അപ്പോ ഓൾറെഡി മറ്റേ CVA എന്ന് പറയുന്നൊരു ഗ്യാഗായിട്ട് ഓൾറെഡി അടിയായി. അത് സംഘടകളും സംസാരിച്ച് തീർത്ത്. അപ്പൊ ഈ ബ്രോ ഞാൻ ആ കൂട്ടത്തിലാണ് വിചാരിച്ചത്. അപ്പൊ ഈ ബ്രോ വന്ന് എന്റെ വണ്ടി കയറി. വണ്ടിയുടെ മേലെ ഒന്നുമില്ല കയറിയത്, എന്നെ ഇടിച്ചിന്റെ ബോണറ്റിലോട്ട് ഇട്ടപ്പോ നിനക്കൊരു വീഡിയോ കിട്ടി. എന്റെ കണ്ണില് ബ്രോ വണ്ടിയുടെ മേലെ കയറി നിൽക്കായിരുന്നു. വണ്ടിയുടെ മേലെ കയറി നമ്മുടെ കണ്ണിൽ കാണുന്നത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീഡിയോ അതെ. അപ്പൊ ഞാൻ ബ്രോ എടാ പട്ടി എനിക്ക് വീഡിയോ തന്നറാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഈ ബ്രോ പറഞ്ഞ് എടാ എന്താ പട്ടി എന്തിനാണ് വിളിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രോ ട്രിഗറായി ബ്രോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പോയി സംസാരിച്ച്. അപ്പൊ ഈ ബ്രോയ്ക്ക് പട്ടി വിളിക്കുന്ന ഇഷ്ടമല്ല പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പഞ്ചിങ് ആയി, ഇടിയായി. അപ്പൊ ഈ ബ്രോ തിരിച്ചടിച്ച് പിന്നെ അങ്ങനെ കണ്ണെടുത്തടിച്ചു. അടിച്ചിട്ട് ആര് ഡൗൺ ആയി? നമ്മൾ ഡൗൺ ആയി. ഞാൻ ഡൗൺ ആയി. അതിപ്പോ ചോദ്യം ചോദിക്കാനുണ്ടോ? അത് മനസ്സിലായി നീ ഡൗൺ ആയെന്ന്. അതെ അതല്ലേ ഇപ്പൊ മുട്ടയിരിക്കുന്നേടാ. എക്സാക്ട്ലി. എടാ ഇത് ആരെയാടാ ഇവൻ ശ്വാനൻ എന്ന് വിളിച്ചേ? വെള്ളമുടി വിളിച്ചോടാ. ശ്വാനൻ എന്തിനു വിളിച്ചു? അത് വിളിക്കേണ്ട ആവശ്യം എന്താണ്? വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ശ്വാനൻ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ ആരെങ്കിലും വണ്ടിക്കകത്തിരുന്ന് എടാ വീഡിയോ തന്നല്ലോടാ പട്ടി എന്ന് പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞേ. ഇതുവരെ എത്തിയത് എടാ ഞാൻ ഷർട്ട് ഇടാതെ നിൽക്കുമ്പോ നീ എന്തിനാടാ ഷർട്ട് ഇട്ട് നിൽക്കുന്നേ? ഷർട്ട് ഊരടാ. അയ്യോ പെട്ടെന്നൊന്ന് ഊരിട്ടോ. ഒരു മിനിറ്റ് മോനെ, ഒരു രക്ഷപ്പെട്ടില്ലേ? മിനിറ്റ് എടാ മോനെ, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്.
മണി കണ്ടു. മണി ടാക്സ് ഇത് MRP ആണ് നമ്മുടെ അടുത്തത്. അത് സെക്കൻഡ് അവിടെ നിന്ന് ഓട്ടം വിട്ടിട്ടില്ലേ ഇപ്പൊ? സോറി മോനെ, ഇത് വല്ലാത്ത ഇത് എന്താണ് അടിയിൽ എന്തെങ്കിലും കിട്ടും നടന്നൂടെ നിനക്ക്? അത് ഇവര് മാറ്റിയപ്പോ അങ്ങനെയായി. എന്താണ് അവനും ബാക്കിൽ പോയിക്കണേ? നീലേ മോനെ മോനെ ഇതെന്താ ചെയ്യണ്ടേ? പിന്നെ കൊന്നങ്ങ് വിടുക, വിടണോന്നാണ്. കൊന്നങ്ങ് വിടുക, അത്രേ ഉള്ളൂ. കൊല്ലണ്ട എന്തായാലും, കത്തിക്കണ്ട. ഗ്യാങ്ങിന്റെ മുന്നിൽ അങ്ങ് കൊല്ലാം. ഗ്യാങ്ങിന്റെ മുന്നിട്ട് കൊന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറയാം. എന്നിട്ട് എടുത്തിട്ട് പോകാൻ പറയാം. പുതിയ ഗ്യാങ്ങിന്റെ തോക്കൊക്കെ പോയാലോ. നീ മോനെ നീലിങ്ങോട്ട് വന്നേടാ കൂട്ടാ. എന്നെ അന്വയ കൊഞ്ചം മുടിയുടെ കളറൊക്കെ മാറിയില്ലടാ. അതെ എടാ, നിരുപമയുടെ കളർ ഇതല്ലേടാ? നിരുവിന്റെ കളർ ഇതല്ലേടാ? വാടാ ഇവങ്ങനെ ഒട്ടിക്കുന്ന ഓടിപ്പോയില്ലേ? കളർ മാറി. മുടിയുടെ കളറൊക്കെ ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞു ഓർമ്മ. പൈപ്പ് അതാര്? അവന്മാര് വന്നേ. ഇത് റിക്രൂട്ടാണോ? വണ്ടി എടുത്ത് ആ സുഖം തന്നെ എല്ലാവർക്കും. കല്ലുമാത്തനവിടെ ആ ഗൗരവം കണ്ടപ്പോഴേ മനസ്സിലായില്ലടാ അത് കല്ലുമാത്ര. മനസ്സിലായി ചോദിച്ചാ മാറിപ്പോയല്ലോ. കല്ലുമാത്തൻ ലീഡർ ആയോണ്ടായിരിക്കുമല്ലേ ഗ്യാങ്ക്രസ് ഇടാത്തെ? ഓ ഇല്ല, ഞാൻ വരുന്ന വഴിക്ക് ഇടാണ്ടങ്ങ് വന്നതാ. പിള്ളേരെ നോക്കിയും കണ്ട് വളർത്തണ്ടേ ഈ തെറി വിളിക്കാൻ. എന്താ തെറി വിളിച്ചെന്താ? സ്റ്റീറിംഗ് വെച്ചിട്ടാണോ നടക്കണേ? തല്ലണ്ടേ ബ്രോ, ശരിയാണോ അത്? അത് കേട്ട് തോക്കെടുത്ത് അടിക്കാൻ വേറെ കുറെ എണ്ണം. ശരിയാണോ അത് ബ്രോ? എന്നെ പറ. പട്ടീന്ന് വിളിച്ചാണല്ലേ? അതെ അതെ അതെ. ഇത് ഇതാരാ നടുക്ക് നിൽക്കുന്നേ? കല്ലുമാത്ത. ഓ പറഞ്ഞോ. കണ്ടിട്ടൊരു പരിചയമില്ലാത്ത രീതിക്ക് നിൽക്കുന്നേ. വിളിച്ചില്ലല്ലോ, വൂൾഫിയല്ലേ ആദ്യം വിളിച്ചത്. കല്ലുമാത്തനെ റേഡിയോയിൽ ഞാൻ ചോദിച്ച സമയത്ത് വൂൾഫി കല്ലുമാത്തൻ ഇല്ലാന്ന്. കല്ലുമാത്ത, ഞാനൊരു കാര്യം പറഞ്ഞ കല്ലുമാത്ത, നമ്മള് MS-13 പല വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. ആ സമയത്ത് വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരു പയ്യൻ, നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനെ ശ്വാനൻ എന്ന് വിളിച്ചു. എന്ത്? ഓ ശ്വാനെന്ന് വെച്ചാ പട്ടി. ഡോഗ്. ഓ പട്ടി പട്ടി. ഓ ടാഗ്. ഡാഗ്. അങ്ങനെ ഡാഗ് എന്ന് വിളിച്ച സമയത്ത് നമ്മള് പ്രതികരിക്കണമല്ലോ, അങ്ങനെ നമ്മൾ പിടിച്ചോണ്ട് വന്നതാണ്. ഓ പട്ടീന്ന് വിളിച്ചതിനാണ് ശരിക്കും പ്രതികരിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. കല്ലുമാത്ത നാളെ വണ്ടിയുടെ മുന്നേ കുറുക്കം ചാടിയിട്ട് വീഡിയോ കിട്ടുന്ന സമയത്ത് എടാ പട്ടി നീ എനിക്ക് വീഡിയോ തന്നല്ലോടാ എന്ന് പറയുന്ന സമയത്ത് കല്ലുമാത്തന് ട്രിഗർ ആവത്തില്ലേ? ആവത്തില്ലേ? നീ എനിക്ക് വീഡിയോ എന്താ ആവാത്ത പോലെ? എന്താ ആവാത്ത പോലെ? അതെന്താ നിങ്ങൾക്ക് പ്രശ്നമാവത്തില്ലേ? നിന്റെ കൂട്ടത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടീന്നായിരിക്കും വിളിക്കുന്നേ എന്ന് പറഞ്ഞ നമ്മളെ വന്ന് വിളിക്കാൻ വരണ്ട. കല്ലുമാത്ത, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിക്കുന്ന. കല്ലുമാത്രത്തിൽ മസിൽ പിടിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞോ, കാര്യം പറഞ്ഞു, ഞാൻ കേക്കുവാ, പറഞ്ഞോ. അപ്പം ഈ ഒരു സാധനത്തില് അങ്ങനെ വിളിച്ച സമയത്ത് നമുക്ക് പിടിക്കത്തില്ല. പട്ടീന്ന് വിളിച്ചിട്ട് ഇനി അവനെ തൂക്കി പിടിച്ചോ, നിങ്ങൾ വിചാരിക്കും പട്ടീന്ന് വിളിച്ചിട്ട് തൂക്കി പിടിച്ചോണ്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ നമ്മുടെ ഷൂസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ പട്ടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഓക്കെ അല്ല. അപ്പം ഇപ്പൊ എന്തോ ചെയ്യണ്ടേ? ഇതിനെ കൊണ്ടുപോവാണോ? നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സുഹൃത്ത് സൈഡിൽ നിന്ന് ചെയ്തത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. പട്ടീന്ന് വിളിച്ചത് വളരെ മോശമാണ്, സമ്മതിച്ചു. അല്ല, ഞാൻ സംഭവം പറഞ്ഞേ. ഇപ്പൊ പട്ടീന്ന് വിളിച്ചിട്ട് ഞാൻ പോയി വിട്ടയാന്ന്, എന്നിട്ട് പിറകെ വന്ന് കൊണച്ച് വള്ളി എടുത്തിയാന്ന് ഇവൻ.
വേണമെങ്കിൽ ചോദിച്ചു നോക്കിയാൽ അല്ല ഞാൻ വള്ളി എടുക്കാൻ വന്നതാ, ഞാൻ ബ്രോയോട് സംസാരിക്കാൻ വന്നതാ. വള്ളിയായിട്ടല്ലേ കൂട്ടത്തുള്ളൂ. വെടി വെച്ച് തുടങ്ങിയത് നിങ്ങളാ, ഇടിച്ചു തുടങ്ങിയത് നിങ്ങളാ. മനസ്സിലായി, ഞാൻ അങ്ങോട്ടൊന്നിനും വന്നിട്ടില്ല. മനസ്സിലായി. അല്ല അവന്റെ അടുത്ത് ഇങ്ങനെ ആരും പട്ടിയെന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞേക്കാം നീ. അല്ല ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു സോറി തെറ്റായിട്ടുള്ള രീതി. ഗ്യാങ്ങിലുള്ളവരെ പട്ടിന്ന് വിളിച്ചോ കുഴപ്പമില്ല, നമ്മളെ വിളിക്കാൻ വരണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിന്ന് എന്ത് വേണോ വിളിച്ചു, ഒരു പ്രശ്നവും ഇല്ല. അല്ലല്ല ഇവന്റെ അടുത്ത് ഇങ്ങനെ ആരുടെ പട്ടിന്ന് വിളിക്കല്ലെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് കൊണ്ടുപോലെ പറഞ്ഞു. അപ്പൊ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്ന് സോറി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇവൻ പട്ടിന്ന് വിളിച്ചതിന് സോറി ഫ്രം MS18 സൈഡിൽ നിന്ന്. നീലേ ഓ മതി. കൊണ്ടുപോക്കും ഓക്കെ ഇനി ഇങ്ങനെ ചെയ്യല്ലേ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഷഡ്ഡി വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒന്നുമില്ല. ഹോസ്റ്റേജ് അവൻ തന്നെ പറഞ്ഞു ഊരണ്ട, മറ്റേ അഴിയൊന്നും ഇട്ടിട്ടില്ലാന്ന്. അങ്ങനെ അതോട് നമ്മൾ ഊരിപ്പിച്ചില്ല, നമുക്ക് മാനേജാണല്ലോ. ഒരു ഗ്ലിംസ് കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ കണക്ക് നമ്മൾ നോക്കിയിട്ട് ഹോസ്റ്റേജിനെ കൊണ്ടുവന്ന് നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാറില്ല, നമ്മൾ അതല്ല നോക്കുന്നത്, മനസ്സിലായോ? ചോദിച്ചതാ. അല്ല ഗ്ലിംസ് കണ്ടു എന്ന് പറഞ്ഞ പെട്ടെന്ന് കണ്ണടച്ചെന്നേ. അങ്ങനെ നിങ്ങളുടെ കൂട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ഇല്ല. അപ്പൊ പിന്നെ അത് ഇനി കൊണ്ടുപോക്കോ അല്ലേ മാത്രം. ബൈ ശരി, പോയിട്ട് വരാം. ഇവനാരാണോ നമ്മുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ഞാനൊരു കാര്യം പറയട്ടെ, നീയൊക്കെ എന്തിനു വായി ഉടസം ഉണ്ടായിരിക്കുന്നേ? ഈ ഗ്ലിംസ് കണ്ടോന്ന് ചോദിക്കുന്ന സമയത്ത് മെസ് ബോയ്, അപ്പൊ നിന്റെ വായി പഴമായിരുന്നു. കേട്ടില്ല കേട്ടോ. ഇപ്പൊ പഴയ മെസ് ബോയ് ഒന്നും അല്ലേ, മെസ് ബോയിലൊരു മെസ്കളുണ്ട്. 11 മണിയാകുമ്പോ ഫ്രീ വാർ വിളിക്കാം. അത്രേ ഉള്ളൂ. ലവ് യു. നീക്ക് വാറ് വേണോ? എടാ എന്നാ പറയണ്ടായിരുന്നാണോ നേരത്തെ? എന്തിനാണ്ടാ സോറി ഒക്കെ പറഞ്ഞു പോയേ? എന്തിനാണ് നിങ്ങൾ സോറി ഇത് കെറ്റാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യം പറയട്ടെ, എല്ലാവരും മറ്റേ കഴിഞ്ഞ ദിവസം സംസാരമായ പിന്നെ എന്നോടൊരു ദേഷ്യം പോലെ. എടാ എന്ത് ദേഷ്യടാ? നീ എന്താ ചൂടായി സംസാരിക്കുന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നല്ലടാ. ഇല്ലടാ എന്നോട് പറ, ഓപ്പൺ ആയിട്ട് പറ. ഇല്ലടാ എനിക്ക് എന്ത് പ്രശ്നടാ? ഇല്ല നമ്മള് പിന്നെ അവളോട് ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. അതൊരു പ്രശ്നമില്ലടാ. പോലടാ